ഈ കാർത്തിയായനി ഇത് എവിടെ പോയി കിടക്കുക? വെയിലാണേ ഒട്ടുമില്ല. മഴക്കാർ ഇനിയും കയറി വരുന്നുണ്ട്. അടുക്കളയിലാണ് എന്തു പണിയാ കിടക്കുന്നത്. അവർക്ക് ഇതെല്ലാം അറിയാവുന്നതാ. ആ, കാർത്തിയായനി എഴുന്നള്ളി വരുന്നുണ്ടല്ലോ. അമ്മച്ചി എന്നെ മുറ്റത്തിറങ്ങിയിരിക്കുന്നേ? പിന്നെ ഞാൻ എവിടെ കയറിയായിരിക്കണ്ടേ? ഓ, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ള എന്റെ അമ്മച്ചി. സാറില്ലേ ഇവിടെ? അവനെന്ന് അവധിയാ. നമ്മുടെ തറവാടിന്റെ തെക്ക് വശത്ത് നിൽക്കുന്ന പുളിയില്ലേ, ഇപ്പൊ വെട്ടാൻ ആള് വരും. അങ്ങോട്ട് പോയേക്കുവാ. പുളി വെട്ടാൻ പോവാണോ? അമ്മച്ചി, ആ പുളി വെട്ടരുത് കേട്ടോ, അത് ദോഷമാണ്. ആ, എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓ, എന്റെ ചേച്ചി, ഞങ്ങളുടെ വീടിനടുത്തുള്ള ജോസേട്ടൻ നല്ല ജിൽജിൽ പോലെ നടന്ന മനുഷ്യനാ. പുളി വെട്ടി അന്ന് തന്നെ ഡിം. പിന്നെ എന്റെ അമ്മായിയമ്മ അറിയൂലേ? പുളി വെട്ടി അന്ന് തന്നെ അമ്മായിയമ്മയെ മരിച്ചത്. എനിക്ക് ഈ വീടിനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സാറിനെ ഓർത്ത് പേടിയാവോ എന്റെ ദൈവമേ. സുനിതേ, സുനിതേ. ആ, വരുന്നു. അമ്മാമ്മ ഇതൊന്ന് നോക്കിയേക്കണേ. ഈ അമ്മാമ്മയുടെ വടി എപ്പ നോക്കിയാലും വഴി. എന്നാ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ? നീ എവിടെ ഇരുന്നേ? അവിടെ ഇരിക്കട്ടെ. എന്നാ അമ്മച്ചി, എന്നാ പറ്റി? നീ കാർത്തിയായന് പറയുന്നത് കേട്ടോ? എന്നാ എന്നാ നീ അവളോട് പറ. അതെ ചേച്ചി, എന്താ കാര്യം? എന്താ പറ്റി? വേഗം ചെന്ന് അവനോട് പറ. ചെല്ല്. ചേച്ചി അവിടെ ഇരിക്കട്ടോ. സാബു ചേട്ടന് ഞാനൊന്ന് ഫോൺ വിളിച്ചിട്ട് വരാവേ. എടോ, ഞാനിത് കച്ചവടം ചെയ്തു പോയി. എന്നാ പറഞ്ഞു? കൊടുക്കാതിരിക്കാനും മേല. വല്ലാത്ത തൊന്തരവായി. അഡ്വാൻസ് മേടിച്ചു പോയി. എന്റെ കർത്താവ്, എങ്ങനെ ഇത് വെട്ടാൻ തോന്നും? എന്റെ ചെറുപ്പം മുതലുള്ള മരമാ. അതെ അതെ. അതെങ്ങനെ നീ അറിഞ്ഞ? സാറിന്റെ ചെറുപ്പം തൊട്ടുള്ളതല്ലേ, അപ്പൊ എത്ര വലുതാവും? ഓഹോ, നിന്റെ ഒരു കണ്ടുപിടുത്തം. ചുമ്മാ ഗോഷ്ടി കാണിക്കാടാ. ഒന്ന് പോടാ. ഓ മതിയടാ, ആ പൂടെയൊക്കെ പോയി. ഒരു തൂക്കടാണല്ലോ. ആ, സുനിത. ഹലോ ഹലോ. ഹലോ, റേഞ്ച് കിട്ടുന്നില്ലോടാ. സാറേ, ഇവിടെ റേഞ്ച് ഇല്ല കേട്ടോ. അവിടെ അവിടെ ഒന്ന് പോയി നോക്കിയാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, വാ. അവിടെ ആ വഴി സൈഡിലെ. റേഞ്ചും ഇല്ല. റേഞ്ച് ഇല്ലെങ്കിലും മെസ്സേജിന് കുറവില്ല. സുനിതയാണല്ലോ ഈ വോയിസ് മെസ്സേജ് തെരുതെരയിടുന്നത്. കേൾക്കാനും പറ്റുന്നില്ല. പറഞ്ഞാലും മനസ്സിലാകത്തില്ല. സാറേ, ഇവിടെ റേഞ്ച് ഇല്ല. ഇതൊന്ന് കേക്കട്ടെ. അങ്ങോട്ട് വാ. അങ്ങോട്ട് വാ. നീ അങ്ങോട്ട് പോവാ സാറേ. കിട്ടുന്നില്ലല്ലോ. ഫാമിലി ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വിടാം. വേഗം വേഗം മെസ്സേജ് വരുന്നുണ്ട്. ഇവിടെ ഒട്ട് റേഞ്ചും ഇല്ല. വീട്ടിൽ നിന്ന് മോളോട് പറയാം. ഈ മമ്മി ഇതൊക്കെ എന്തിനാ ഈ ഫാമിലി ഗ്രൂപ്പിൽ ഇടാൻ പറയുന്നേ? ശരിക്കും ഈ തെക്ക് വശത്ത് നിൽക്കുന്ന പുളി വെട്ടുന്നത് ഇത്ര പ്രശ്നമാണ്?